ജമ്മു കശ്മീരിൽ കുൽഗാമിന് പിന്നാലെ രജൌരിയിലും ഭീകരാക്രമണമുണ്ടായി. സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സൈനികന് പരിക്ക് പറ്റി. ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, രജൌരിയിൽ ഭീകരാക്രമണം, സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം എന്ന് പറയുമ്പോൾ അത്യന്തം ഗൗരവതരമായ വിഷയമാണ്. എപ്പോഴായിരുന്നു ആക്രമണം? അടുത്ത സ്ഥിതി എന്താണ്? സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്താണ്? രതീഷ്, ഇന്ന് രാവിലെ 4 മണിക്കായിരുന്നു ആക്രമണം ഉണ്ടായത്. രജൌരിയിലെ സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഏകദേശം അരമണിക്കൂർ നേരം ആ ഒരു വെടിവെപ്പ് തുടർന്ന് നിന്നിരുന്നു. പിന്നീട് സൈന്യം പ്രത്യാക്രമണം നടത്തിയ സമയത്ത് സമീപത്തുണ്ടായിരുന്ന വനപ്രദേശത്തേക്ക് ഭീകരർ ഒളിഞ്ഞു പോവുകയായിരുന്നു. അവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു. ഇപ്പോൾ ഈ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ രജൌരിയിൽ വ്യാപിപ്പിച്ച് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അപ്ഡേറ്റുകളെല്ലാം തന്നെ ഈ ദൗത്യത്തിന് ശേഷം അല്ലെങ്കിൽ ഈ തിരച്ചിൽ നടക്കുന്നതിനിടയിൽ തന്നെ വ്യക്തമാക്കുമെന്നുള്ള കാര്യമാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, മറ്റ് 2 ഇടത്തു കൂടി, കുൽഗാമിൽ തന്നെ 2 ഇടത്തു കൂടി ഇന്നലെ മുതൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഒന്ന് ചിൻഗാമിൽ, മറ്റൊന്ന് മോദർഗാമിൽ. ഈ മോദർഗാമിലെ ഏറ്റുമുട്ടലിലാണ് 2 സൈനികർ വീരമൃത്യു വരിച്ചത്. 2 പേരിൽ ഒരാൾ ലഫ്റ്റനന്റ് NK പർദീപ് കുമാർ, മറ്റൊന്ന് സിപ്പോയായിട്ടുള്ള പ്രവീൺ ജഞ്ചൽ പ്രഭാകർ എന്ന് പറയുന്ന 2 സൈനികർക്കാണ് വീരമൃത്യു വരിച്ചത്. മാത്രമല്ല, ഈ 2 ഇടത്തുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ 8 ഭീകരരെ വധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും സേനാവൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഈ ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഒരു മുതിർന്ന കമാൻഡറാണ്. ഈ വധിച്ച 8 ഭീകരരും ഹിസ്ബുൾ മുജാഹിദീനിൽ തന്നെ ഉള്ളവരാണ് എന്നുള്ള കാര്യം കൂടിയാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കുൽഗാമിൽ വ്യാപിപ്പിച്ചിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഭീകരർ, ഏകദേശം 2-3 ഭീകരർ ഇനിയും അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി സേനയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ പ്രദേശം പൂർണ്ണമായിട്ടും അടച്ച് സൈന്യത്തിൻ്റെ വിന്യാസത്തിലാക്കിക്കൊണ്ട് അവിടെ വ്യാപിപ്പിച്ചിട്ടുള്ള ഒരു തിരച്ചിൽ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 8 ഭീകരരെ വധിച്ചിട്ടായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി സേനാവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ സമയത്ത്. ശരി, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കപ്പെട്ടത്. ജമ്മു കശ്മീരിൽ കുൽഗാമിന് പിന്നാലെ രജൌരിയിലും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. സൈനിക ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. അതേസമയം ഭീകരരെയും വധിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള പുതിയ വിവരങ്ങൾ അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് നൽകിയത്.